എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കാർ പോർച്ചിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെടികളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ പോകുന്നത് എന്താ പറയുക, വെറൊരു കാർ പോർച്ചിലേക്കല്ല, എൻ്റെ സ്വർഗരാജ്യത്തിലേക്കാണ് കേട്ടോ. നിവിൻ പോളി പറയുന്ന മാതിരി ഒരു ഡയലോഗാണ് ഇത്, എൻ്റെ സ്വർഗരാജ്യം. അപ്പോൾ കാർ പോർച്ചിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ മുകളിലായിട്ട് നമ്മുടെ കേളി പിടിലാന്തസ് തൂക്കിയിട്ടിട്ടുണ്ട്. അതാവുമ്പോൾ എനിക്ക് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വലിയ പരിചരണമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഇതാ ബോഗൻവില്ലേനെ ആർച്ച് മാതിരി കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തും ഉണ്ട് ബോഗൻവില്ല. ഇതിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് പിന്നീട് അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഒരു ആർച്ച് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പതുക്കെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് കൂടുതലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കാർ പോർച്ചിലേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് ഞാൻ ചെടികൾ വച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പടികളാണ്, വീട്ടിലേക്ക് കയറി പോകുന്ന പടികൾ. ആ പടികളുടെ അവിടെയായിട്ട് ഞാൻ 2 വെള്ളച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. ഒന്ന് CC പ്ലാന്റും, എനിക്കിപ്പോൾ ചെടികളുടെ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. കുറേ കൊറോണ സമയത്ത് എല്ലാ ചെടികളും എന്താണെന്നൊക്കെ പഠിച്ചായിരുന്നു. ഇത് സ്നേക്ക് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് 2ആണ് വച്ചിരിക്കുന്നത്. ഈ പോട്ടുകൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നല്ല ഓഫർ വരുമ്പോൾ ഞാൻ ഒരുമിച്ച് വാങ്ങുന്നതാണ്. ഇത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ചേച്ചിയുടെ അവിടെ നിന്ന് കിട്ടിയ ഒരു കൽച്ചട്ടിയാണ്. ആ കൽച്ചട്ടിയിൽ ഈ ചെടി വെച്ചിരിക്കുകയാണ്. ഈ ചെടി നല്ല വെയിലത്താണെങ്കിൽ നല്ല മഞ്ഞ നിറാവട്ടാണ്. പക്ഷെ എനിക്ക് ഇത് ഇവിടെ വയ്ക്കുമ്പോൾ എന്താ പറയുക, നല്ലൊരു ഭംഗി എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ചെടി വയ്ക്കുമ്പോൾ അതൊരു സെൻറ്റർ പോയിൻ്റ് മാതിരിയാവും. അതുകൊണ്ടാണ് ഞാനതിനെ അവിടെ വച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മൾ ഒരു സ്റ്റാൻഡ് പണിയിപ്പിച്ചിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഓരോ സ്റ്റാൻഡ് പണിയിപ്പിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ ഞാൻ നിയോൺ പോത്തോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് വച്ചിരിക്കുന്നത്. 2 കൽച്ചട്ടി എൻ്റെ കയ്യിൽ പൊട്ടിയതുണ്ടായിരുന്നു, അതിലാണ് ഞാൻ വച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തുനിന്ന് നമുക്ക് വീണ്ടും ആ സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ചു പോവാം. ആ സ്റ്റാൻഡിൽ പലതരത്തിലുള്ള ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചു അതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചു, ഒന്നും അറിയില്ല. പണ്ട് ഞാൻ തത്ത പറയുന്ന മാതിരി ഓരോന്നിൻ്റെ പേരും പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോ ചെടികളും എന്നോട് ചോദിച്ചിട്ടാണ് ഇതെന്താണ് പേരെന്ന് മനസ്സിലാക്കാറ്. ഇപ്പോൾ ഒന്നാമത് നമുക്ക് ട്യൂഷനൊക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടാവും. ചെടികളോടുള്ള ഇഷ്ടമല്ല, പേരുകളും അതിൻ്റെയൊക്കെ ഇഷ്ടങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറച്ച് അഗ്ലോണിമയുണ്ട്. ഇത് എന്താണെന്നൊന്നും അറിയില്ല. ഇലയൊക്കെ കുത്തിപ്പിടിപ്പിച്ചിട്ട് വെക്കുന്ന ചെടികളൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് കിട്ടുന്ന ചെടികളൊക്കെ ഞാൻ ഓരോ ചട്ടികളിലാക്കിയിട്ട് വച്ചിരിക്കുകയാണ്. ആ കൊറോണ സമയത്ത് ഒരു നാണവും മാനവും ഇല്ലാണ്ട് എല്ലാ വീടുകളിലും കയറി ചെന്ന് ഓരോ കമ്പ് ചോദിച്ചിട്ട് അന്നൊക്കെ കുറേ കുത്തിപ്പിടിപ്പിച്ചതാണ് കേട്ടോ. അതുപോലെ എൻ്റെ ഫ്രണ്ട്സും അതെ, അവർക്ക് ചെടി കിട്ടുമ്പോൾ അവർക്ക് മതിയാകുമ്പോൾ അവർ എൻ്റെ കയ്യിൽ തരും. എന്നിട്ട് പറയും ജ്യോതിടയിലാവുമ്പോൾ എപ്പോഴെങ്കിലും വന്നൊരു കമ്പ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ എൻ്റെ കയ്യിൽ ഒരുപാട് ചെടികളുണ്ടൊക്കെ പല വെറൈറ്റികളാണ്. ഒന്നും പോവാണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ച് അവയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഷീറ്റിൻ്റെ പണിക്ക് വന്ന ആളെ കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു തട്ട് ഉണ്ടാക്കിച്ചത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കാർ പോർച്ചിലേക്കുള്ള വണ്ടികൾക്ക് തടസ്സമില്ലാതെ നമുക്ക് ചെടികൾ ഇതിൽ വയ്ക്കുകയും ചെയ്യാം. നമുക്ക് കാണുമ്പോൾ ഒരു കണ്ണിന് കുളിർമയും തോന്നും. നമുക്ക് കാർ പോർച്ചിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഈ പച്ചച്ചെടികളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സ്റ്റാൻഡൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് എപ്പീഷ്യയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പണ്ട് ഈ എപ്പീഷ്യയുടെയൊക്കെ ഒരു കമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തുനിന്നും എന്തൊരു 125 രൂപയും 250 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഓരോ കമ്പുകളൊക്കെ വാങ്ങാറ്. പക്ഷെ ഇപ്പോഴൊക്കെ ആർക്കും അതൊന്നും വേണ്ട, ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ അതിനെ നോക്കുകയാണെങ്കിൽ അത് നിറച്ച് പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. പൊട്ടിയൊരു ഡൈനിങ് ടേബിളിൻ്റെ ചില്ലാണ്. അതിൽ ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എലീസിയം ബൈ ജ്യോതി എന്നൊക്കെ എഴുതി വൃത്തിയാക്കണം. ഈ കിണറാണ് അടുത്ത അജണ്ട. അതൊന്ന് വൃത്തിയാക്കി അതിന് ചുറ്റുമൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുത്ത ഒരു വീഡിയോ ആയിട്ട് അതിനിടണം. ഇത് എലിഫൻ്റ് ആന്തൂറിയോ എന്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. അതിൻ്റെ 2 തൈ ഉണ്ട്. അതും നല്ല ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത്രയും കൂടിയൊക്കെ ഒന്ന് വലുതായേനെ. ഇത് വൈറ്റ് അരേലിയാണ്, അത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ മാതിരി ചുമരുമയൊക്കെ ഞാൻ കുറച്ച് പൊട്ടിയിട്ടിട്ട് എൻ്റെ കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു കൃഷ്ണനെ വാങ്ങി അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുമരുമയൊക്കെ ഈ മണി പ്ലാന്റുകളൊക്കെ പിടിച്ച് കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഒരു പച്ചപ്പാണ്. ഞാൻ വിചാരിക്കും ഇവിടെയൊക്കെ ഒരു കസാരയൊക്കെ കൊണ്ട് ചാരു കസാരയൊക്കെ കൊണ്ടിട്ടിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങി അവിടെ ഇരുന്നൊക്കെ വായിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ വൈകുന്നേരം
വൈകുന്നേരമൊക്കെ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊതു അങ്ങനോടുകൂടി എടുത്തുകൊണ്ട് പോകട്ടെ. അത്ര കൊതുവാണ് വൈകുന്നേരം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട്. ഇത് ഒരു മകൻ എപ്പോഴും അമ്മ ഒരു ബോൺസായി എങ്കിലും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നോ കിട്ടിയ പേരാലിൻ്റെ തൈയൊക്കെ ബോൺസായി ആക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ. കാർ പോർച്ചിലുള്ള സ്റ്റാൻഡിൽ ഇത് ബേർഡ് നെസ്റ്റ് ഫേണാണ് കേട്ടോ അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എന്തോ പിസ്തയുടെ ചെടിയൊക്കെയാണ്, ചൈനീസ് മണി പ്ലാന്റ് എന്നൊക്കെയാണ് ഇതിനെ പറയുക. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ തൈയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാർ പോർച്ചിൽ ഒരു പച്ചപ്പ്, നമുക്കൊരു സംതൃപ്തി, ഇത്രയൊക്കെ തന്നെ. ആരെങ്കിലുമൊക്കെ വന്ന് കാണുമ്പോൾ ആയി നല്ല രസമുണ്ട്. നമുക്ക് വെയിലത്തു നിന്നൊക്കെ കയറി നമ്മുടെ കാർ പോർച്ചിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല കൂളിംഗ് ആണ്. നമുക്ക് ചുറ്റും പച്ച നിറമൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ കൽച്ചട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന നിയോൺ പോത്തോസാണ്. ഈ വെള്ള ചട്ടികളൊക്കെ എനിക്ക് ചിലപ്പോൾ നല്ല ഓഫർ, ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ട് നല്ല ഓഫറൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. കാർട്ടിലിട്ട് വയ്ക്കും, ഓഫർ വരുമ്പോൾ ഞാനത് ചട്ടികൾ ഒരുമിച്ച് വാങ്ങാറാണ് പതിവ്. അങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നതാണ്. നല്ല വലിപ്പമുള്ള ചട്ടികളാണ്. നല്ല ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓവറോളായിട്ട് കാർ പോർച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല തട്ടുകളായിട്ട് അടിയിൽ ആന്തൂറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇങ്ങനെയാണ്. ഞാൻ വീണ്ടും എന്താ പറയുക, ഒന്ന് ഓടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിനെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മടുപ്പുള്ളവർ ഇതൊന്ന് ഓടിച്ച് കണ്ടോളൂ, ഓടിച്ച് മാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നോ വൈറ്റ് എന്തൊക്കെയാണ് അഗ്ലോണിമയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇത്. അപ്പോൾ ഒന്ന് വെയിൽ വന്നപ്പോൾ, നേരത്തെ എടുത്തപ്പോൾ വെയിലുണ്ടായിരുന്നില്ല, അപ്പോൾ വെയിൽ വന്നപ്പോൾ ഒന്നും കൂടി ആ ചെടികളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് എടുത്തത്. അപ്പോൾ ഇത് ബോറടി ഇല്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ, ബോറടിക്കുന്നവർ ഒന്ന് മാറ്റിക്കോളൂ കേട്ടോ. എന്നെപ്പോലെ ചെടികൾ ഒരു ഭ്രാന്തുള്ളവർ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ യൂട്യൂബൊക്കെ കാണുമ്പോൾ ചെടികളുടെ വീഡിയോ ഒക്കെ വരുമ്പോൾ ഒരുപാട് പേര് അതിൽ കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാനും കൂടുതലായിട്ട് കാണുക ചെടികളും അതുപോലെ തന്നെ പുതിയ വീടുകളൊക്കെയാണ് കൂടുതലായിട്ട് കാണുക. അപ്പോൾ നമുക്ക് പുതിയ വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോ അറേഞ്ച്മെൻറ്റും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു ഐഡിയയും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വീടുകളിലെ ഗാർഡനൊക്കെയാണ് കാണാറ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞ സ്ഥലം വളരെ മിനിമലായിട്ടുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാറുള്ളവരാണെങ്കിൽ അറിയാം, ചുറ്റും പല ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ 6 സെൻറ്റിൽ ഒതുങ്ങുന്ന സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാൻ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാം. ഇത്തിരി സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഓവറോളായിട്ട് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാണ്. അപ്പോൾ പച്ചപ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വെയിലത്തു നിന്നൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴുണ്ടല്ലോ എന്തൊരു ആശ്വാസമാണ്. നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഒരു സ്വർഗത്തിലേക്ക് കടക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇത് ഒരു വീഡിയോയിൽ ഞാൻ വെട്ടി വെച്ച യുജീനിയൊക്കെയാണ്. അപ്പോൾ ആ യുജീനിയൊക്കെ നന്നായി പൊടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബോൺസായി ആക്കാൻ വെട്ടി വെച്ചതാണ്. അതും അതെ, നല്ലോണം റോസ് കളറിൽ വന്ന് വീണ്ടും ആ ചെടി ഇലകൾ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇനി പതുക്കെ കുറേശ്ശെയായിട്ട് വെട്ടി ഒതുക്കണം. നമ്മുടെ വിൻകാ ചെടി ഞാൻ നല്ല വെയിലത്ത് വെച്ചപ്പോൾ അതിനൊരിത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി. പക്ഷേ ഇങ്ങനെ ചെടികളുടെ തണലിൽ ഇരിക്കുമ്പോൾ ആ വിൻകാ ചെടിക്ക് നല്ല ഉഷാറുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളുടെ അറേഞ്ച്മെൻറ്റ്. ചെടികൾ ഇഷ്ടമുള്ള നിങ്ങൾക്കൊക്കെ ഈ അറേഞ്ച്മെൻറ്റ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക് യു. അപ്പോൾ പറ്റുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.